നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പിലെ സർവാധികാരിയായി ഇരുന്ന് പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ADGP MR അജിത് കുമാറിന്റെ മുഖംമൂടി ഒടുവിൽ അഴിയുകയാണ്. നവകേരള യാത്രയ്ക്കിടെ പിണറായി വിജയന്റെ സുരക്ഷാ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസ് അട്ടിമറിക്കാൻ ADGP നേരിട്ട് ഇടപെട്ടെന്ന് 5 പോലീസ് ഉദ്യോഗസ്ഥർ തെളിവ് സഹിതം മൊഴി നൽകിയതോടെയാണ് അജിത് കുമാർ കത്രികപ്പൂട്ടിലായത്. എന്നാൽ ഇപ്പോൾ ഒടുവിൽ പിടിവീഴുമെന്ന് ഉറപ്പായതോടെ ഈ കേസ് ഡയറി തിരുത്തിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വന്തം ഓഫീസിലെ ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ കപട നാടകം കളിക്കുകയാണ് ഈ IPS വമ്പൻ. താനൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ഓഫീസിലെ ജീവനക്കാർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇടപെട്ടതെന്നുമാണ് അജിത് കുമാർ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരോട് അനൌദ്യോഗികമായി വിശദീകരിക്കുന്നത്. തൃശൂർ പൂരം കലക്കുന്നതിലടക്കം നിർണായക പങ്ക് വഹിച്ച ഈ പിണറായിയുടെ നിഴലിനെ പുതിയ UDF സർക്കാർ ഇനി വെച്ച് പൊറുപ്പിക്കരുതെന്നാണ് ജനവികാരം. അജിത് കുമാർ എത്രയൊക്കെ കൈകഴുകാൻ നോക്കിയാലും അദ്ദേഹം നടത്തിയ കൊടും ചതിയുടെ എല്ലാ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘം SIT പൊക്കിയെടുത്തിട്ടുണ്ട്. കേസ് അന്വേഷിച്ച 2 ഇൻസ്പെക്ടർമാർ, 2 DYSPമാർ, 1 SI എന്നിവരടങ്ങുന്ന 5 ഉദ്യോഗസ്ഥരാണ് ADGPക്കെതിരെ കൃത്യമായ തെളിവുകളോടെ മൊഴി നൽകിയിരിക്കുന്നത്. ആലപ്പുഴ DYSP തിരുവനന്തപുരത്ത് തന്റെ ഓഫീസിലേക്ക് ഭീഷണിപ്പെടുത്തി വിളിപ്പിച്ച അജിത് കുമാർ കേസ് ഡയറി പെൻഡ്രൈവിലാക്കി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരാണ് ഇത് കൈപ്പറ്റിയത്. കേസ് ഡയറി പരിശോധിച്ച ശേഷം കേസ് എഴുതുന്നത് ഇങ്ങനെയാണോ, എത്ര നാളായി അന്വേഷിക്കുന്നു എന്ന് ചോദിച്ച് ആലപ്പുഴയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരെ 2 ദിവസം മുഴുവൻ ADGPയുടെ ഓഫീസിൽ തടങ്കലിൽ എന്ന പോലെ പിടിച്ചുവെച്ചു. തുടർന്ന് 2024 ഓഗസ്റ്റ് 15-ന് പ്രതികളായ ഗൺമാന്മാർക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള റഫർ റിപ്പോർട്ട് ADGPയുടെ ഓഫീസിൽ വെച്ച് തന്നെ പെൻഡ്രൈവിലാക്കി അന്വേഷണ ഉദ്യോഗസ്ഥന് നിർബന്ധിച്ചു നൽകുകയായിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്യാനായി ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്താനുള്ള താഴെത്തട്ടിലെ പോലീസിന്റെ നീക്കവും ഈ അജിത് കുമാർ ഭീഷണിപ്പെടുത്തി തടഞ്ഞു. ഈ അട്ടിമറി റിപ്പോർട്ടാണ് അന്ന് കോടതിയിൽ നൽകിയത്. എന്നാൽ പുതിയ UDF സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിച്ചതോടെ കളി മാറി. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ലോക്കൽ പോലീസ് പിടിച്ചുമാറ്റി കസ്റ്റഡിയിൽ വെച്ചിരുന്നിട്ടും മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം അകമ്പടി വാഹനത്തിൽ നിന്നിറങ്ങി ഗൺമാൻ അനിൽകുമാറും സന്ദീപും അടക്കമുള്ളവർ ലാത്തിയും വടികളും ഉപയോഗിച്ച് ഇവരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. ഇത് അനാവശ്യമായ മൃഗീയ പ്രവൃത്തിയാണെന്നും പോലീസിന് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നും അന്ന് ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ ജോൺ കൃത്യമായി റിപ്പോർട്ട് നൽകിയിട്ടും പിണറായി അത് പൂഴ്ത്തിവെച്ചു. എന്നാൽ ഇന്ന് ഗൺമാൻ അനിൽ, എസ്കോർട്ട് പോലീസുകാരായ അരുൺ, വിപിൻ, സന്ദീപ് എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അച്ചടക്ക നടപടി ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടാകും. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നവരെ അന്യായമായി മർദ്ദിച്ചതിന് ഇവർക്കെതിരെ വധശ്രമ കേസ് എടുക്കാനാണ് സാധ്യത. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് പരിഗണിക്കുമ്പോൾ മർദ്ദനമേറ്റ AD തോമസ് MLAയും അജയ് ജൂവലും കേസിൽ കക്ഷി ചേരുന്നുണ്ട്. ഇവിടെയാണ് പുതിയ UDF സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും അടിയന്തര ഇടപെടൽ ആവശ്യമായി വരുന്നത്. തൃശൂർ പൂരം കലക്കി ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ കൂട്ടുനിന്നത് മാത്രമല്ല, അനധികൃത സ്വത്ത് സമ്പാദന കേസ് തുടങ്ങി ഇപ്പോഴതാ രക്ഷാപ്രവർത്തന കേസ് വരെ എത്തി നിൽക്കുന്നു. നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 2022-ൽ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് കൂട്ടുപ്രതിയായ PS സരിത്തിനെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നിൽ അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാർ ആണെന്ന് ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ ഒഴിവാക്കാൻ ഷാജ് കിരൺ എന്ന ഇടനിലക്കാരനുമായി ചേർന്ന് അദ്ദേഹവും തന്നിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് അവർ അന്ന് അവകാശപ്പെട്ടിരുന്നു. ഈ വിവാദത്തെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഇയാൾ ഒരു കൊടും ക്രിമിനലാണെന്ന്. സ്വന്തം സുരക്ഷാ ഡ്യൂട്ടിയുടെ മറവിൽ പ്രതിപക്ഷ നേതാക്കളെയും അണികളെയും തല്ലിച്ചതച്ച ക്രിമിനൽ പോലീസുകാരെ സംരക്ഷിക്കാൻ അർദ്ധരാത്രിയിൽ കേസ് ഡയറി തിരുത്തിച്ച ADGP അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ ഇനിയും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള SIT റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറുന്നതോടെ അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. സ്വന്തം കസേര തകരുമെന്ന് കണ്ടപ്പോൾ ഓഫീസിലെ പാവം ജീവനക്കാരുടെ തലയിൽ കുറ്റം ചാരി രക്ഷപ്പെടാൻ നോക്കുന്ന അജിത് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് കൃത്യമായ ജയിൽ ശിക്ഷ ഉറപ്പാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. ഭരണാധികാരിയുടെ പാദസേവകനായി ഇരുന്ന് പാവപ്പെട്ടവരെ തല്ലിച്ചതച്ച ഗുണ്ടകളെ സംരക്ഷിക്കാൻ സ്വന്തം ഓഫീസിൽ വെച്ച് കേസ് ഡയറി തിരുത്തിച്ച ADGP അജിത് കുമാറിന്റെ കപട നാടകങ്ങൾ പുതിയ UDF സർക്കാരിന്റെ അന്വേഷണത്തിൽ തകർന്നടിയുകയാണ്. കളിമാറിയപ്പോൾ സ്വന്തം ജീവനക്കാരുടെ തലയിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാൻ നോക്കുന്ന ഈ IPS വമ്പനെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മടിക്കരുത്. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസ് തലപ്പത്തും VD സതീശൻ സർക്കാർ അടിയന്തരമായി മിന്നൽ അഴിച്ചുപണി നടത്തുക തന്നെ വേണം.